അങ്ങോട്ടൊന്ന് ഒതുക്കി നിർത്തണേ. ഒതുക്കി എന്താ മക്കൾക്ക് ഹെൽമെറ്റ് വെക്കാതെ എന്താ? ഹെൽമെറ്റ് വയ്ക്കണ്ടേ? എല്ലാവർക്കും ഹെൽമെറ്റ് വയ്ക്കണ്ടേ? സ്കൂൾ സമയത്ത് പതിവ് പോലെ മോട്ടോർ വെഹിക്കിൾ പരിശോധന. ബൈക്കിൽ കുട്ടികളുമായി എത്തുന്നവരെ തേടിയാണ് MVD ഉദ്യോഗസ്ഥർ എത്തിയത്. ഹെൽമെറ്റ് ധരിക്കാത്ത കുട്ടികളുമായി എത്തിയവരെ തടഞ്ഞു നിർത്തി. ഫൈൻ പ്രതീക്ഷിച്ചവരുടെ മുന്നിലേക്ക് സ്നേഹച്ചിരികളുമായി ഉദ്യോഗസ്ഥരെത്തി. ഹെൽമെറ്റ് വയ്ക്കാൻ എന്താ? ഹെൽമെറ്റ് ഇല്ല. എത്രയല്ലേ പഠിക്കുന്നേ? അവൻ്റെ പേരെന്തുവാ? ഇനി തൊട്ട് ഹെൽമെറ്റ് വയ്ക്കാതെ വരരുത് കേട്ടോ. റോഡ് സുരക്ഷാ മാസമാണ് ജനുവരി. അതിൻ്റെ ഇതിൽ തരുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ഹെൽമെറ്റ് വെക്കാതെ വരല് കേട്ടോ. ഇനി മുതൽ ഫൈനാ. ഒരു ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് തരികയാണ്. ഇനി എന്നും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം. ഇനി ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ കിട്ടും കേട്ടോ. ഓക്കെ. ഹെൽമെറ്റ് തലേ വെക്കുവാനെ. ഹെൽമെറ്റ് ധരിക്കാതെ എത്തിയ കുട്ടികൾക്ക് ഹെൽമെറ്റ് സമ്മാനിച്ചു. ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യരുതെന്ന് മുന്നറിയിപ്പും കുട്ടികൾക്ക് നൽകി. വലിയൊരു ഫൈൻ പ്രതീക്ഷിച്ച യാത്രക്കാർക്ക് അമ്പരപ്പ് മാറിയില്ല. ഇനി ഹെൽമെറ്റ് തന്നാലേ ഞാൻ വാഹനത്തിൽ കയറുള്ളൂ എന്ന് പറയണം കേട്ടോ. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ലിജേഷ് പി, ബിനോയ് വി, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ പോൾസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത്. കണ്ണൻ, ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിന്റെ പേരിൽ ഫൈൻ അടിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലും തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് വേണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ അത് നമ്മൾ ഉറപ്പാക്കുക തന്നെ ചെയ്യണം, അല്ലേ? എന്തായാലും സ്നേഹക്കാഴ്ച കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം കാര്യമായിട്ട് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? സാധാരണ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന യാത്രക്കാരെയും ട്രിപ്പിൾ അടിച്ചു പോകുന്നവരെയും സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവർക്കെതിരെയൊക്കെ തന്നെ വലിയ രീതിയിൽ പെറ്റിയടിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണാറുള്ളതും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. കാരണം ഓരോ ദിവസവും നിരത്തുകളിൽ വലിയ രീതിയിൽ ജീവനുകൾ പൊലിയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അത് കുറയ്ക്കുക എന്നതിൻ്റെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു വാരാചരണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലത്ത് ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു പരിപാടി ക്രമീകരിച്ചത്. കാര്യം ഇങ്ങനെ ഒരു വാരാചരണം നടക്കുമ്പോൾ എന്ത് തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാമെന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി അവിടുത്തെ ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായിട്ടുള്ള ലിജേഷ് അതുപോലെ തന്നെ ബിനോയ് എന്നിവർ ആലോചിച്ചതും. കുട്ടികളിലേക്ക് ഏറ്റവും വേഗം കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് അവരെ മനസ്സിലാക്കിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ട്രാഫിക് ബോധവൽക്കരണം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി ക്രമീകരിച്ചത്. സാധാരണ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബൈക്ക് നിർത്താൻ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പെട്ടുപോയി, എന്തായാലും ഒരു 500 രൂപ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ 500 രൂപ നഷ്ടമായി എന്ന് കരുതും. അങ്ങനെയൊക്കെ കരുതിക്കൊണ്ടാണ് ചില രക്ഷിതാക്കളൊക്കെ തന്നെ സ്കൂട്ടറും ബൈക്കും ഒക്കെ തന്നെ നിർത്തിയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നു, കുഞ്ഞുങ്ങളുടെ അടുക്കലോട്ട് പോയി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ അത് തെറ്റല്ലേ, അപകടം ഉണ്ടാവില്ലേ, അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ വലിയ വിഷമം ഉണ്ടാകില്ലേ. മാത്രമല്ല ഈ രക്ഷിതാക്കളോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജീവിതകാലത്ത് നിങ്ങൾക്കത് ഒരു തീരാ നോവായി മാറില്ലേ എന്നൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടും അതിനുശേഷമാണ് സർപ്രൈസ് വരുന്നത്. ഒരു ഹെൽമെറ്റ് എടുത്ത് ആ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരു ഷോപ്പുമായി ചേർന്നുകൊണ്ടാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ബേബി ഷോപ്പുമായി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ നേതൃത്വം നൽകിയത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായിട്ടുള്ള ലിജേഷ് അതുപോലെ തന്നെ ബിനോയ് എന്നിവരൊക്കെ തന്നെയാണ്. അതിന് എല്ലാവിധ പിന്തുണയും നൽകിയത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ RTO, കൊല്ലം RTO എൻഫോഴ്സ്മെന്റ് RTO ആയിട്ടുള്ള ബിജു ആണ്. അങ്ങനെയൊക്കെ എല്ലാവരും ചേർന്നൊരു വലിയ ഒരു നല്ല ഒരു ബോധവൽക്കരണം നടത്തുകയും തീർച്ചയായും ഏതായാലും ഫ്രീ ആയിട്ട് ഹെൽമെറ്റ് കൊടുത്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത് കേട്ടോ. കുട്ടികളുടെ അടുത്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എല്ലാ ദിവസവും ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം. അത് എവിടെയായാലും പ്രായ വ്യത്യാസമില്ലാതെ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിൽ ആ ഉദ്യോഗസ്ഥർ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത പോലെ ഇനി ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ കയറില്ല എന്ന് വീട്ടിൽ അച്ഛനടുത്തും അമ്മയടുത്തും പറഞ്ഞേക്കണം. അത്രയേ ഉള്ളൂ. ശരി കണ്ണൻ.